വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നുറുക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ടേസ്റ്റിയായ നുറുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഈസി ആയിട്ട് എങ്ങനെയാണ് നുറുക്ക് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഇടിയപ്പത്തിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ള എടുത്തിട്ടുണ്ട്, ഒരു നുള്ളു കായത്തിന്റെ പൊടി, ഒരു നുള്ളു മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടി നമ്മുടെ പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. പച്ചവെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒന്നും എടുക്കരുത് കേട്ടോ. തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എങ്ങനെയാണോ മാവ് കുഴച്ചെടുക്കുന്നത് അതേ രീതിക്ക് വേണം മാവ് കുഴച്ചെടുക്കാൻ. വെള്ളം കൂടിപ്പോവാതെ നോക്കണേ. അപ്പം ഞാനിവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കണമല്ലോ. അപ്പോൾ ഏകദേശം നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ തണുക്കാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യരുത്. ചൂടോട് കൂടി തന്നെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. എന്നാലുള്ള നമ്മുടെ നുറുക്ക് കറക്റ്റായി കിട്ടുള്ളൂ കേട്ടോ. കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലൊക്കെ ആക്കി കൊടുക്കുക. എന്നാൽ നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് പ്രസ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം. ഇനി നല്ലൊരു കളർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അതിന് പകരമാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി എള്ളിന് പകരം നമുക്ക് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് മാവൊരു 8 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല മയമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പത്തിന്റെ അച്ചിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു അച്ചുണ്ടായിരിക്കുമല്ലോ, ഒരുപാട് അച്ചുണ്ടാവില്ലേ, അപ്പൊ ഇതുപോലെ നക്ഷത്രത്തിന്റെ ഒരു അച്ചുണ്ടായിരിക്കും, അതില് നിറച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നുറുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഞാനിവിടെ വാഴയിലയിലാണ് ചുറ്റിയെടുക്കുന്നത്. വാഴയില ആദ്യം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് വാട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാം. ചുറ്റുന്നതൊന്നും കറക്റ്റ് ആവില്ല കേട്ടോ. പിന്നെ നമ്മൾക്കിങ്ങനെ ശരിയാക്കി കൊടുത്താൽ മതി. പിന്നെ ഷേപ്പിലൊന്നല്ല കാര്യം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആ മാവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നുറുക്ക് അടിപൊളിയായി കിട്ടുവേ. അപ്പം ഇതിൻ്റെ ഭംഗിയൊന്നും ആരും നോക്കണ്ട. നമ്മൾ ആദ്യം തന്നെ 2 ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയൊന്നും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നന്നായി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ 2 ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക, പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് കോരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്താൽ മതി. എന്നാൽ നമ്മുടെ നുറുക്കിൽ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. ചിലർ ഇതിൽ ഉഴുന്നൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്നത് കാണാം, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല ക്രിസ്പിയാണ്. നമുക്കിത് കുറച്ചധികം തയ്യാറാക്കിയിട്ട് ടിന്നിലൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ആദ്യത്തത് കോരി മാറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ആ വേവുന്ന സമയം കൊണ്ട് കുറച്ചധികം ഇവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ ചുറ്റാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറൊരു ഷേപ്പിലും കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഷേപ്പ് അല്ലല്ലോ പ്രധാനം, നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതല്ലേ. അപ്പം നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് ആദ്യത്തേതുപോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ചുറ്റി വെക്കാം കേട്ടോ. അതും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റാണ് അതും കഴിക്കാൻ. നമ്മൾ കടകളിൽ നിന്ന് ഇങ്ങനത്തതും വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പം അരിപ്പൊടി ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഈ നുറുക്കും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മുഴുവനും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ടേസ്റ്റിയായ നുറുക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്